പശ്ചിമേഷ്യയിൽ നിന്നുള്ള അതീവ നിർണായകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ദീർഘനാളായി തുടരുന്ന ഇസ്രായേൽ ലെബനൻ സംഘർഷങ്ങൾക്ക് താൽക്കാലിക ശമനം വരുത്താൻ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയിലെത്തിയ സമാധാന കരാർ സായുധ സംഘടനയായ ഹിസ്ബുള്ള പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. അമേരിക്കയുടെ മധ്യസ്ഥതയിൽ പ്രഖ്യാപിച്ച വെടിനിർത്തൽ കരാറിലെ വ്യവസ്ഥകൾ അംഗീകരിക്കാൻ കഴിയില്ലെന്നും ഈ നീക്കം കീഴടങ്ങുന്നതിന് തുല്യമാണെന്നും ഹിസ്ബുള്ള മേധാവി നയീം ഖാസിം വ്യക്തമാക്കി. ഇതോടെ മേഖലയിലെ സമാധാന ശ്രമങ്ങൾ വീണ്ടും അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. അമേരിക്കയുടെ മധ്യസ്ഥതയിൽ രൂപീകരിച്ച പുതിയ വെടിനിർത്തൽ കരാറിനോട് കടുത്ത ഭാഷയിലാണ് ഹിസ്ബുള്ള നേതൃത്വം പ്രതികരിച്ചിരിക്കുന്നത്. ലെബനന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന വ്യവസ്ഥകളാണ് ഇതിലുള്ളതെന്ന് സംഘടനയുടെ ആക്ഷേപം. US പിന്തുണയോടെ മുന്നോട്ട് വെച്ച ഈ സമാധാന നിർദ്ദേശങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ഹിസ്ബുള്ള പരസ്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഈ വെടിനിർത്തൽ കരാറിലെ വ്യവസ്ഥകൾ തികച്ചും അപമാനകരമാണെന്നാണ് ഹിസ്ബുള്ള മേധാവി നയീം ഖാസിം തന്റെ ഔദ്യോഗിക പ്രസ്താവനയിലൂടെ വ്യക്തമാക്കിയത്. കരാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് നടന്ന നയതന്ത്ര ചർച്ചകൾ തികച്ചും നിരർത്ഥകവും ലെബനൻ എന്ന രാജ്യത്തെയും അവിടുത്തെ ജനങ്ങളെയും ഒരുപോലെ അപമാനിക്കുന്നതുമാണെന്ന് അദ്ദേഹം തുറന്നടിച്ചു. ഭരണകൂടം കരാറിനോട് യോജിച്ചില്ലെങ്കിലും രാജ്യത്തെ ഭൂരിഭാഗം ജനങ്ങളും ഇതിനെതിരാണെന്നാണ് ഹിസ്ബുള്ള അവകാശപ്പെടുന്നത്. ലെബനിലെ വലിയൊരു വിഭാഗം ജനങ്ങളും ഈ കരിനിയമങ്ങളെയും ഇസ്രായേൽ അനുകൂല വ്യവസ്ഥകളെയും പൂർണ്ണമായി തള്ളിക്കളയുന്നതായി നയീം ഖാസി ഓർപ്പിച്ചു. ശത്രുരാജ്യത്തിന്റെ അധിനിവേശ അജണ്ടകൾക്ക് മുന്നിൽ മുട്ടുമടക്കാൻ തങ്ങൾ ഒരുക്കമല്ലെന്ന വ്യക്തമായ സന്ദേശമാണ് ഇതിലൂടെ ഹിസ്ബുള്ള നേതൃത്വം നൽകുന്നത്. കരാറിലെ പ്രധാന നിബന്ധനകൾ ഹിസ്ബുള്ളയുടെ സൈനിക ശേഷിയെ ഇല്ലാതാക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണെന്ന് സംഘടന കരുതുന്നു. ലെബനിൽ ഹിസ്ബുള്ള അംഗങ്ങൾ പൂർണ്ണ വിലക്കേർപ്പെടുത്തിക്കൊണ്ട് പൈലറ്റ് സുരക്ഷാ മേഖലകൾ സ്ഥാപിക്കുമെന്ന ഇസ്രായേലിന്റെ ആവശ്യമാണ് ഹിസ്ബുള്ളയെ ചൊടിപ്പിച്ചത്. ഈ താൽക്കാലിക വെടിനിർത്തൽ എന്നത് ഹിസ്ബുള്ള പൂർണ്ണമായി കീഴടങ്ങുന്നതിന് തുല്യമാണെന്നും ഇസ്രായേലിന്റെ അധിനിവേശ ലക്ഷ്യങ്ങൾ നടപ്പിലാക്കി കൊടുക്കാൻ തങ്ങൾ തയ്യാറല്ലെന്നും വ്യക്തമാക്കിയ നയീം ഖാസിം തെക്കൻ ലെബനൻ അതിർത്തിയിൽ നിന്ന് തങ്ങളുടെ സൈനികർ പിന്മാറില്ലെന്ന് ആവർത്തിച്ചു പ്രഖ്യാപിച്ചു. ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് കടുത്ത എതിർപ്പുകളും വിയോജിപ്പുകളും നൽകുമ്പോഴും ഔദ്യോഗിക തലത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ വലിയൊരു നയതന്ത്ര നീക്കമാണ് ഇതിനോടകം നടന്നിട്ടുള്ളത്. മാസങ്ങളായി തുടരുന്ന രക്തച്ചൊരിച്ചിലിന് അന്ത്യം കുറിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതായിരുന്നു ഈ ചർച്ചകൾ. അമേരിക്കയുടെ നേതൃത്വത്തിൽ നടന്ന ദീർഘമായ ചർച്ചകൾക്കൊടുവിലാണ് ഇരു രാജ്യങ്ങളും ഒരു പൊതുധാരണയിലെത്തിയത്. വാഷിംഗ്ടണിൽ നടന്ന അതീവ രഹസ്യവും ഉന്നതതലവുമായ ചർച്ചകൾക്ക് ശേഷമാണ് ഇസ്രായേലും ലെബനനും ഒരു സംയുക്ത പ്രസ്താവന പുറത്തിറക്കിയത്. ദീർഘനാളായി പശ്ചിമേഷ്യയെ ഉലയ്ക്കുന്ന രക്തരൂഷിതമായ സംഘർഷങ്ങൾക്ക് താൽക്കാലിക ശമനം വരുത്തി മേഖലയിൽ സമഗ്രമായ ഒരു വെടിനിർത്തൽ നടപ്പിലാക്കാൻ ഇരു രാജ്യങ്ങളും ഔദ്യോഗികമായി ധാരണയിലെത്തിയിരുന്നു. ഇതിന് US ഭരണകൂടം പൂർണ്ണ ഗ്യാരണ്ടിയും നൽകിയിരുന്നു. കരാറിന് സമ്മതം മൂളുമ്പോഴും തങ്ങളുടെ രാജ്യത്തിന്റെ സുരക്ഷ മുൻനിർത്തിയുള്ള കർശനമായ നിലപാടാണ് ലെബനൻ ഭരണകൂടം സ്വീകരിച്ചത്. ഇസ്രായേൽ തങ്ങളുടെ ഭാഗത്തു നിന്നുള്ള വ്യോമാക്രമണങ്ങളും കരമാർഗമുള്ള നീക്കങ്ങളും പൂർണ്ണമായും നിർത്തിയാൽ മാത്രമേ ഈ വെടിനിർത്തൽ പൂർണ്ണതോതിൽ നടപ്പിലാക്കാൻ സാധിക്കുമെന്ന് ലെബനൻ ഔദ്യോഗിക പ്രസ്താവനയിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. അല്ലാത്തപക്ഷം കരാറുമായി മുന്നോട്ടു പോകാൻ സാധിക്കില്ലെന്ന മുന്നറിയിപ്പും ലെബനൻ നൽകുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഈ സമാധാന കരാറിനെ വലിയൊരു നയതന്ത്ര വിജയമായിട്ടാണ് ഉയർത്തി കാണിക്കുന്നത്. താൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവുമായി ഹിസ്ബുള്ള പ്രതിനിധികളുമായും നേരിട്ട് സംസാരിച്ചുവെന്നും ഈ സമാധാന ചർച്ചയിൽ വലിയ പുരോഗതി ഉണ്ടെന്നുമാണ് ട്രംപ് അവകാശപ്പെടുന്നത്. ലെബനിൽ ഒടുവിൽ സമാധാനം പുലരുന്നത് കാണാൻ സാധിച്ചാൽ അത് വളരെ നല്ല കാര്യമാണെന്നും വർഷങ്ങളായി അവർ നേരിടുന്ന ദുരിതങ്ങൾക്ക് അതൊരു ശാശ്വത പരിഹാരമാകുമെന്ന് കരുതുന്നുവെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. എന്നാൽ ഈ അവകാശവാദങ്ങളെല്ലാം നിലനിൽക്കെയാണ് കരാർ പൂർണ്ണമായും തള്ളിക്കൊണ്ട് ഹിസ്ബുള്ള ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. സമാധാന ചർച്ചകൾ ഒരു വശത്ത് നടക്കുമ്പോഴും ലെബനൻ മണ്ണിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾക്ക് യാതൊരു കുറവും ഉണ്ടായിട്ടില്ല എന്നാണ് നിലവിലത്തെ സാഹചര്യം. ഇരു രാജ്യങ്ങളും തമ്മിൽ താൽക്കാലികമായ ഒരു വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് ശേഷം പോലും ലെബനനിൽ ഇസ്രായേൽ നടത്തിയ വൻ വ്യോമാക്രമണങ്ങളിൽ കുട്ടികളും സ്ത്രീകളും അടക്കം 380-ലധികം ആളുകളാണ് കൊല്ലപ്പെട്ടത്. ഇതിൽ 22 കുട്ടികളും 39 സ്ത്രീകളും ഉൾപ്പെടുന്നു. ഇത്തരം ക്രൂരമായ കൊലപാതകങ്ങൾ തുടരുന്ന പശ്ചാത്തലത്തിൽ ഇസ്രായേലിന് മേൽക്കൈ നൽകുന്ന യാതൊരു കരാറിനും തങ്ങൾ പങ്കാളികളാകില്ലെന്നും പോരാട്ടത്തിൽ നിന്നും പിന്മാറില്ലെന്നുമാണ് ഹിസ്ബുള്ള പ്രഖ്യാപിച്ചിരിക്കുന്നത്. ലെബനൻ സർക്കാർ ഔദ്യോഗികമായി കരാറിന് സമ്മതം മൂളിയെങ്കിലും രാജ്യത്തെ പ്രധാന സായുധ ശക്തിയായ ഹിസ്ബുള്ള അത് തള്ളിക്കളഞ്ഞതോടെ ഈ സമാധാന കരാർ എത്രത്തോളം പ്രായോഗികമാകുമെന്ന് വലിയൊരു ചോദ്യചിഹ്നമാണ്. വരും ദിവസങ്ങളിൽ ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള സൈനിക നീക്കങ്ങൾ കൂടുതൽ കടുക്കുമെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത്.